ശങ്കുട്ടിദാസ്, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം കണ്ടല്ലോ. ഈ പീഠം മനഃപൂർവ്വം ഒളിപ്പിക്കുന്നു, അയ്യപ്പ സംഗമത്തിന്റെ ആ പരിപാടിയുടെ മാറ്റു കുറയ്ക്കാനുള്ള നടപടിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊരു ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് BJP കാണുന്നത്? നോക്കൂ, ഈ സെപ്റ്റംബർ 22-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി നടന്നിട്ടുള്ള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാദം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷം ബോധപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു സംഗതി, ഈ പീഠം കാണാതായത് 2019-ലാണ്. 6 വർഷമായിട്ട് കാണാതായിട്ടുള്ള പീഠം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പുറത്തു വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള പീഠമാണോ എന്നുള്ളത് മറ്റൊരു വലിയ ചർച്ചയുടെ വിഷയമാണ്. ഏതായാലും ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന എപ്പോഴാണ്? സെപ്റ്റംബർ 17-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉത്തരവിട്ടുകൊണ്ട് ഒരു വിധി പറഞ്ഞു. ആ വിധി പറയാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? ഇപ്പോൾ ശബരിമലയിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുമ്പിൽ ഒരു വിഷയം വന്ന സമയത്ത് അത് അനുമതിയില്ലാതെ കൊണ്ടുപോയിട്ടുള്ള നടപടി തെറ്റാണ്, അടിയന്തരമായിട്ട് സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കണമെന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കാൻ സാധിക്കില്ല, അത് ഇതിനോടൊക്കെ ഉരുക്കി കഴിഞ്ഞു എന്ന് പറയുന്നൊരു വിചിത്രമായിട്ടുള്ള സത്യവാങ്മൂലം കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറെ കോടതി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 മുതലുള്ള രേഖകൾ സമാഹരിച്ച് അത് കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ 2019 നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടൊരു ക്രമക്കേട് യാദൃശ്ചികമായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ്? 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയെ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. 1999, അതായത് 20 വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുകളുണ്ട്, അതുകൊണ്ട് റീപ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങോട്ടൊരു അപേക്ഷ സമർപ്പിക്കുകയും ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വന്തം ചെലവിൽ ഞാൻ തന്നെ സ്വർണം പൂശി തരാം എന്ന് ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ ശരിവെച്ചുകൊണ്ട് 2 ദിവസങ്ങളിലായിട്ട്, ആദ്യത്തെ ദിവസം ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ മുഴുവൻ 24.5 കിലോയോളം തൂക്കം വരുന്ന സ്വർണ്ണപ്പാളികളും, രണ്ടാമത്തെ ദിവസം 2 പീഠങ്ങളും ഇയാളെ ഏൽപ്പിക്കുകയും ഈ സ്വകാര്യ വ്യക്തി ഇത് സ്വന്തം നിലയിൽ ചെന്നൈയിലുള്ള എന്താണ് ഒരു ക്രാഫ്റ്റ് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഏൽപ്പിച്ചതിന്, അതായത് 2019 ജൂലൈ 20-ാം തീയതി ഇയാളെ ഏൽപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം 2019 ഓഗസ്റ്റ് 19-ാം തീയതി മാത്രമാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നത്. ഈ സമയത്ത് അവിടെ തൂക്കി നോക്കുന്ന സമയത്ത് 4.5 കിലോന്റെ വ്യത്യാസം കാണുകയാണ്. അതിനുശേഷം റീപ്ലേറ്റ് ചെയ്തതിന് ശേഷം പോലും 4.25 കിലോന്റെ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇത് മടക്കി കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വീണ്ടും അതിൻ്റെ അളവ് എടുക്കുകയോ അത് തൂക്കി നോക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഇദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള ഗോൾഡൻ പ്ലേറ്റുകൾ തന്നെയാണോ അവിടെ ഈ ചെന്നൈയിലുള്ള സ്ഥാപനത്തിൽ എത്തിയത്? ഈ റീപ്ലേറ്റ് ചെയ്ത സമയത്ത് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ പറയുന്നു, ഇതിന്റെ കൂടെ പീഠവും ഉണ്ടായിരുന്നു, ആ പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ടാവും, അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൂക്കം ശരിയാവുമെന്ന് പറയുന്നു. 10 ദിവസമായിട്ട് ഈ പീഠത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത സിറ്റിങ്ങിന് വരുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ പീഠങ്ങൾ കണ്ടെടുക്കപ്പെടുകയാണ്. ഇപ്പൊ പറയുന്നത് ഈ വ്യക്തി ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ക്രമക്കേടാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പുറത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണ്ണപ്പാളികൾ സ്വന്തം നിലയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുക? ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡല്ലേ? അവിടെ കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇയാളെ ഏൽപ്പിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം നിലയിൽ ഏതാണ്ട് 42.5 കിലോ സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ദേവസ്വം ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ അനുഗമിക്കുന്നില്ല. അവിടെ ചെന്ന സമയത്ത് തൂക്കി നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് 4.5 കിലോന്റെ വ്യത്യാസം വരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുവിട്ടിട്ടുള്ള സാധനം തന്നെയാണ് അവിടെ എത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയില്ല. 1 മാസം 9 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിക്കുന്നത്. ഇത് മടക്കി കൊണ്ടുവന്ന സമയത്ത് തൂക്കി നോക്കുന്നില്ല. ഇത് സ്ട്രോങ് റൂമിലാണോ ഇതിന്റെ പീഠമുള്ളത് എന്നുള്ള കാര്യം 6 കൊല്ലമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടതിനെ തുടർന്നിട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് വിജിലൻസ് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്, അയാൾക്ക് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ഇവിടെ ദേവസ്വം ബോർഡല്ലേ? ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? അതിൽ BJPയുടെ ആരോപണം എന്താണ്? അതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമുള്ള ലാഭം എന്താണ്? ഈ കാണാതായ നഷ്ടപ്പെട്ടു പോയ 4.5 കിലോയിൽ ഒരു വിഹിതം കിട്ടി എന്നാണോ? അതാണോ നിങ്ങളുടെ ആരോപണം?
തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ തന്നെയാണോ അവിടെ എത്തിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സെപ്റ്റംബർ 17-ാം തീയതിയിലെ ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നു, ദർ ഇസ് എ ചാൻസ് ഫോർ എ സസ്പീഷൻ ദാറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പ്ലേറ്റുകളല്ല അവിടെ എത്തിയതെന്ന് ന്യായമായി അനുമാനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ വ്യക്തി പർപ്പോർട്ടഡ് ആസ് എ സ്പോൺസർ ആണെന്ന ഭാവേന വന്നിട്ടുള്ള ഈ വ്യക്തിയുടെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഈ കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തവും കൂടി അന്വേഷിക്കണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുവെക്കാൻ പാടില്ല. ഇത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് SP വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കോടതിയെ മാത്രം ബോധ്യപ്പെടുത്തണം. ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ശിക്ഷാ നടപടി വേണം. അപ്പോൾ വളരെ ലാഘവത്വത്തോടുകൂടി ഉത്തരവാദിത്വ രഹിതത്തോടുകൂടി അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്തതും അത് നഷ്ടപ്പെടാൻ തക്കവണ്ണുള്ള സാഹചര്യം സൃഷ്ടിച്ചതും ആരുടെ ഗൂഢാലോചനയാണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഇത് ഭക്തസമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. Debate with Smriti Parathikkad.